ചലനമറ്റ ആ ശരീരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയവർ ഗിൽഗാലിൻ്റെ സ്നേഹത്തണലിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ആ മുഖങ്ങളിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. ഇത് ഞങ്ങളുടെ ദിലീപാണ്. ദിലീപ് ഗിൽഗാലിലേക്ക് വന്ന സമയത്ത് ദിലീപിനെ എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നത്. റെഗുലറായിട്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ദിലീപിനിപ്പം സ്വന്തമായിട്ട് ഒരു പരിധിവരെ ദിലീപിന് സ്വന്തമായിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ റെഗുലറായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഫിസിയോതെറാപ്പി ഇവിടെ ദിലീപിന് കൊടുക്കാറുണ്ട്. ദിലീപ് സന്തോഷമാണോ? ദിലീപിന് നേരത്തെ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു. റെഗുലറായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി കൈക്ക് കൊടുത്തതിന് ശേഷമാണ് ദിലീപിന് ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നത്. ദിലീപേ, ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? പഴയതിൻ്റെ അത്രയും മസിലിന് ടൈറ്റ് ഉണ്ടോ? ഇച്ചിരി ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നു? കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ലേ? എൻ്റെ പേര് ദിലീപ്. എനിക്ക് വന്നതിനെക്കാട്ടി ഒത്തിരി മാറ്റങ്ങളായി. പഴയതുപോലെ നടക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സന്തോഷമാണ്. ഇത് സണ്ണി പാസ്റ്റർ ഇവിടെ 9 മാസമായി വന്നിട്ട്. സണ്ണി പാസ്റ്റർ വരുന്ന സമയത്ത് സണ്ണി പാസ്റ്ററിന് നിൽക്കുവാനോ നടക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. സണ്ണി പാസ്റ്ററിന് 2 വർഷം മുമ്പാണ് സ്ട്രോക്ക് വന്നത്. വരുന്ന സമയത്ത് ഞാൻ സണ്ണി പാസ്റ്ററിനെ പിടിച്ച് നിർത്തുകയും പിടിച്ച് നടത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ സണ്ണി പാസ്റ്റർ സ്വന്തമായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കും. ഫിസിയോതെറാപ്പി വന്നതിന് ശേഷമായിട്ട് എൻ്റെ കാലിനും കൈക്കും ബലമായി. സംസാരശേഷി പഴയതുപോലെ തന്നെ വീണ്ടെടുത്തു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടക്കുമെന്നുള്ള പൂർണ്ണ പ്രത്യാശ എനിക്കുണ്ട്. ഇത് നമ്മുടെ അന്നമ്മയാണ്. അന്നമ്മയ്ക്ക് റീസെൻ്റ്ലി ഒരു ഹിപ്പ് ഫ്രാക്ചർ ഉണ്ടായി. നമ്മളത് സർജിക്കൽ മെത്തേഡ് ത്രൂ ഇപ്പോൾ ആളെ റിക്കവറി സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ്. സർജറി കഴിഞ്ഞ് നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ബട്ട് ഫിസിയോതെറാപ്പിയിലൂടെ നടക്കാനുള്ള പ്രയാസം മാറ്റിയെടുക്കുകയും പിന്നീട് നമുക്ക് വന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ ക്ലൈമ്പിംഗ് ആയിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തതിലൂടെ ഒരാളുടെ സപ്പോർട്ട് കൂടി സ്റ്റെയർ ക്ലൈമ്പിങ് പരിപൂർണമായി കയറാനും ഇറങ്ങാനും ആൾക്ക് സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സെക്ഷൻ കഴിയുമ്പോഴത്തേനും അന്നമ്മ തനിയെ സ്റ്റെയർ കയറാനും ഇറങ്ങാനും പ്രാപ്തിയാകും. ഇത് ഞങ്ങളുടെ അമ്മച്ചിമാരാണ്. ഇവർക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ അവരറിയാതെ തന്നെ എക്സസൈസുകൾ അവർ ചെയ്ത് അവർക്ക് മസിൽസിന് ബലമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കടന്നു കൊടുത്തേ, സ്പീഡപ്പ് ആക്കി കൊടുത്തേ, വന്ന് വാങ്ങിച്ചപ്പത്ത് കൊടുത്തേ, കൊടുത്തേ അമ്മച്ചി കൊടുത്തേ, കൊടുത്തേ അപ്പത്ത് അതോട്ട് കൊടുത്തേ. ഇതാണ് ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ അവരെ ഇവിടെയാണ് കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഇവിടെ നമുക്കുള്ളത് ഇൻഫ്രാറെഡ്, IFT, അൾട്രാസൗണ്ട്, മോയിസ്റ്റിറ്റ്, പിന്നെ നമുക്കിവിടെ എക്സസൈസ് ചെയ്യാൻ പല മെഷീൻസും ഉണ്ട്. ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ഒരു നടുവേദനയോ അല്ലെങ്കിൽ കാല് തെറ്റി വീഴുകയോ ചെയ്യുമ്പോൾ അവർ കാലിടറുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ഡോക്ടേഴ്സ് ഇങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് ഈ മെഷീൻസ് കൊണ്ട് നമ്മൾ കൊടുക്കാറുള്ളത്.
ഇവിടെ കൂടുതലും ജീഡിയാട്രിക് കേസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം അതിന് കൂടുതലും ബാക്ക് പെയിൻ, നെക്ക് പെയിൻ കൂടുതലും ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ഞാനിതുപോലെ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടും എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് പാസ്റ്റർ അത്രയും വേഗം ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റെഡിയാക്കി തന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന 400-ലധികം ആളുകൾ അവർ വിവിധ സാഹചര്യത്തിലാണ് ഇവിടെ കടന്നു വരുന്നത്. പലരുടെയും നടുവ് തളർന്നു പോയവരാണ്, സ്പൈനൽ കോഡ് ഡാമേജ് വന്നവരാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് നേരത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവിതത്തിലേക്ക് തിരികെ വരുമായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകൾ, അറിവില്ലായ്മകൾ കൊണ്ടൊക്കെ പലപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ കഴിയാതെ പോയി. എന്നാൽ ഇവിടെ നമ്മൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് എത്ര സ്നേഹത്തോടെ, കരുതലോടെ ആണ് ഞങ്ങൾ ആ ഒരു കെയർ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ല, മനുഷ്യന് വില കൊടുക്കുക, അവൻ്റെ പ്രശ്നങ്ങളിൽ നമ്മുടെ കരം നീട്ടുക, അവർക്ക് ആശ്വാസമാകുക. ഈ ട്രീറ്റ്മെൻറ്റ് രീതി ഞങ്ങൾക്ക് ഒരു ആശ്വാസത്തിനും നാടി ഞരമ്പ് അസ്ഥി സംബന്ധമായ അസ്വസ്ഥതകൾക്കൊക്കെ വളരെ ആശ്വാസം തരുന്ന പ്രതീക്ഷ മനസ്സിലായി. ഇനിയും അത് തുടർന്ന് ഞങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് ഏറ്റവും ഉത്തമമായ ഒരു ചികിത്സയെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാൻ കഴിയും. അതെ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ജീവിതത്തെ തളർത്തിയേക്കാം. എന്നാൽ കരുതലും കൃത്യമായ പരിചരണവും നൽകാൻ കഴിയുമെങ്കിൽ അസ്തമിച്ചു പോയ ഏത് പ്രതീക്ഷയും വീണ്ടും ഉദിച്ചുയരും. തുടർന്നും ഇതുപോലെ തകർന്ന മനസ്സുകൾക്ക് ആശ്വാസമേകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണമേ. നന്ദി. ഗോഡ് ബ്ലെസ് യു.